അതിനുശേഷം വന്നിട്ടുള്ള പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ നമ്മളും ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു ഒരു അലാം പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. കാരണം ഇവിടെയും ആരൊക്കെയോ എവിടെയൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നു എന്നൊരു ചിന്തയുണ്ട്. ഞാൻ ഒരു ആശങ്ക സൃഷ്ടിക്കാൻ വേണ്ടി പറയുന്നതല്ല, എങ്കിലും അങ്ങനെ ഒരു ചിന്ത വന്നു പോകുന്നു. അതിൻ്റെ കാര്യമില്ലെന്ന് തോന്നുന്നു. ഭീകരൻ ബസ്സിനുള്ളിലാണോ, കാർ ഡ്രൈവറുടെ രൂപത്തിലാണോ, ട്രെയിൻ യാത്രയിൽ ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു വസ്തു പൊട്ടിത്തെറിക്കുകയാണോ, റെയിൽവേ സ്റ്റേഷനുകളിൽ സ്ഫോടനം, ഇവിടെയെല്ലാമാണ് ഈ ലോകത്ത് പലയിടങ്ങളിലായി നടന്ന കഴിഞ്ഞ 2-3 ദശകങ്ങളായി നടന്ന ഭീകര ആക്രമണങ്ങളെല്ലാം തന്നെ മിക്കതും അർബൻ സെൻട്രിക്കാണ്. ഒന്ന് ഒരു ട്രെൻഡാണ്. ഇത് ലണ്ടൻ ഭീകരാക്രമണമായിക്കോട്ടെ, പാരീസിലെ ആക്രമണങ്ങളായിക്കോട്ടെ, ഇന്ത്യയിൽ തന്നെ ബാംഗ്ലൂരിലും ഹൈദരാബാദിലും മുംബൈയിൽ ഒന്നിലധികം പ്രാവശ്യവും പൂനെയിലെ ഡൽഹിയിൽ കൽക്കത്തയിൽ എല്ലാം തന്നെ നടന്ന ഭീകരാക്രമണങ്ങളുടെ രീതിശാസ്ത്രം നോക്കുമ്പോൾ ആളുകളേറെയുള്ള ഡാമേജ് ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഇടങ്ങളിലാണ്. ഒന്നുകിൽ ആരാധനാ സ്ഥലങ്ങളിലാണ്, അത് ചുറ്റുപാടുമാണ്, അല്ലെങ്കിൽ ഉത്സവ പറമ്പുകളിലാണ്, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനോ മാർക്കറ്റ് പ്ലേസിലോ ആണ്. അപ്പോൾ ഇവിടെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നതെല്ലാം സോഫ്റ്റ് ടാർഗറ്റ്സാണ്. വൾണറബിൾ സോഫ്റ്റ് ടാർഗറ്റ്സ് എന്ന് പറഞ്ഞാൽ സൈനിക കോളങ്ങളെ ആക്രമിക്കണം എന്ന് പറഞ്ഞാൽ അതിന് കുറേ ഡാമേജ് ഉണ്ടാക്കാൻ സാധിക്കും. അത് മാത്രമല്ല തിരിച്ചടിയും ഉണ്ടാകും. ഒരു തിരിച്ചടിയും ഉണ്ടാവില്ല. അതൊരു രീതി. 2, ഈ സെൽഫ് ഇമൊളേഷൻ, അതായത് സ്വയം രാജീവ് ഗാന്ധിയെ വധിച്ചത്, തനു ശിവരസൻ, ഇവരൊക്കെ ദേഹത്ത് ബെൽറ്റ് ബോംബ് ധരിച്ചുകൊണ്ട് സ്വയം ഡിറ്റോണേറ്റ് ചെയ്യുകയാണ്, പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ഒരു തെരഞ്ഞെടുപ്പ് യോഗമാണ്. രാഹുൽ ഗാന്ധിയുടെ ആകട്ടെ, രാജീവ് ഗാന്ധിയുടെ ആകട്ടെ, ഇനി ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ ആകട്ടെ, ഒരു യോഗത്തിൽ എന്തെല്ലാം സുരക്ഷാ ഇടപാടുകളുണ്ടെങ്കിൽ പോലും ഈ വരുന്ന എല്ലാവരെയും ബോംബ് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല. അപ്പോൾ എപ്പോഴും ഒരു വീക്ക്നെസ് ആൻഡ് വൾണറബിലിറ്റി അവിടെ ഉണ്ടാകും. ഇന്ത്യ 142 കോടി ജനങ്ങളുടെ രാജ്യമാണ്. തിക്ലി പോപ്പുലേറ്റഡ് ആണ് പല പ്രദേശങ്ങളും. അർബൻ സെൻറ്റേഴ്സ് ആർ മോർ പോപ്പുലേറ്റഡ്. അതുകൊണ്ട് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ തലസ്ഥാന നഗരി സേഫ് അല്ല എന്ന ഒരു പ്രതീതി ജനിപ്പിക്കേണ്ടത് ചില കേന്ദ്രങ്ങളുടെ ആവശ്യമാണ്.